സുഹൃത്തുക്കളെ, പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങളൊരു ഇസ്ലാം വിരോധിയാണോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത്, ഞാനൊരു ഇസ്ലാം വിരോധി ആയിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു ഖുർആൻ വിരോധിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു ഒരു 2014-16 കാലഘട്ടത്തിലൊക്കെ ഞാൻ അങ്ങനെ മതപരമായിട്ട് ഒരുപാട് അറിവ് നേടിയ ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല. അങ്ങനെ ഞാൻ ആലുവയിൽ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഞാനൊരു ദാവാപ്രവർത്തകൻ, ഒരു ജൂസഫ് എന്ന് പറയുന്ന ഒരു ദാവാപ്രവർത്തനമായിട്ട് അവിടെ ഒന്നിച്ച് വർക്ക് ചെയ്യാനും റൂമിൽ താമസിക്കാനും ഒക്കെ കാരണമായി. അപ്പോൾ ഈ ദാവാപ്രവർത്തകൻ പറഞ്ഞു, നിങ്ങൾ പഠിക്കണം, ഖുർആൻ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൻ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അപ്പോൾ അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇപ്പോഴത്തേക്ക് ഞാനൊരു ഖുർആൻ വായിക്കുന്നത്. അതുവരെ എനിക്കുണ്ടായിരുന്ന ഇസ്ലാമിനെ കുറിച്ചുണ്ടായിരുന്ന വളരെ ബഹുമാനവും സ്നേഹവുമുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. കാരണം ബൈബിളിൽ പറയപ്പെടുന്നുണ്ടല്ലോ, അതായത് ബൈബിൾ കുറേയൊക്കെ വായിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കറിയാമായിരുന്നു. അതായത് ബൈബിളിൽ അബ്രാഹത്തോട് പറയുന്നു, അബ്രാഹത്തിൻ്റെ ഈജിപ്ത് ദാസിയായ ഹാജറയിൽ ഒരു പുത്രൻ ഉണ്ടാകുമ്പോൾ പറയുന്നുണ്ട്, നിൻ്റെ പുത്രനിൽ നിന്ന് 10 രാജവംശങ്ങളുണ്ടാവും, അവനെ വലിയൊരു ഇതായി വളർത്തും എന്നൊക്കെ പറയുന്ന ആ ഒരു പിൻതലമുറക്കാരായി വന്ന വ്യക്തികളാണ് എന്നുള്ള ഒരു കൺസെപ്റ്റായിരുന്നു എനിക്ക് അതിനു മുമ്പ് ഉണ്ടായിരുന്നത്. അതായത് ചേട്ടൻ്റെ എൻ്റെ മക്കൾ എന്നുള്ള നിലയിലുള്ള കൺസെപ്റ്റിൽ തന്നെ അവരെ ഇസ്ലാമികളെയെല്ലാം ഒരു ബഹുമാനത്തോടുകൂടി തന്നെ ഞാൻ അതുവരെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഖുർആൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെയുള്ള കൺസെപ്റ്റിനൊന്നും അവിടെയൊന്നും ഒരു പ്രാധാന്യവുമില്ല. അവരതൊക്കെ പറയുന്നത് മറ്റു പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പറയുന്നു എന്നുള്ളതാണ്. ഖുർആനിൽ എന്താണ്, യേശുക്രിസ്തുവിനെ ഇകഴ്ത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഖുർആനുള്ളൂ. ചില സ്ഥലത്ത് യേശുക്രിസ്തുവിൻ്റെ അസ്തിത്വം അംഗീകരിക്കുന്നുണ്ട്, ചില സമയത്ത് വളരെ ഇകഴ്ത്തിക്കൊണ്ട് പറയുക, യേശുക്രിസ്തുവിൻ്റെ രക്ഷയിൽ നിന്നും ജനങ്ങളെ അകറ്റിക്കൊണ്ടു പോകാനായിട്ടുള്ളൊരു ഹിഡൻ അജണ്ടയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം യേശുക്രിസ്തുവിൻ്റെ ആ തിരിച്ചോരയെ തന്നെ അവർ അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നത്. അപ്പം യേശുക്രിസ്തുവിൻ്റെ മരണത്തെ അംഗീകരിക്കുന്നില്ല, യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ അംഗീകരിക്കുന്നില്ല, യേശുക്രിസ്തുവിൻ്റെ പുത്രസ്ഥാനീയത അംഗീകരിക്കുന്നില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങളെല്ലാം വളരെ നിർബന്ധപൂർവ്വം അതിൻ്റെ അകത്ത് അടിച്ചേൽപ്പിച്ച് വെച്ചേക്കുന്നതാണ്. അതുപോലെ തന്നെ വളരെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു ഗ്രന്ഥമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഭാഗത്ത് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരിടത്ത് പറയുന്നത് നായ നിനക്ക് ഹറാമാണ്, അതേ തൊട്ടപ്പുറത്ത് പറയുന്നു നായ വേട്ടയാടിയ വസ്തുക്കൾ നിനക്ക് ഹലാലാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഇതിൻ്റെ അകത്തുണ്ട്. യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഭാഗങ്ങളുണ്ട്. മറിയയുടെ ഫഡ്ജ് ഞാൻ ഊതി, അങ്ങനെ ഞാൻ റൂഹിനെ കൊണ്ട് അവനെ ബലപ്പെടുത്തി, അവനെ ശക്തനാക്കി എന്നൊക്കെ പറയുമ്പം അത് ഒരു ട്രിനിറ്റിയുടെ ഒരു പ്രഖ്യാപനമായിട്ട് വേണം നമുക്ക് കാണാം. പിന്നെ വേറെ ഒരിടത്ത് പറയുന്നു, ഇല്ല ജനിപ്പിച്ചില്ല, ഞാൻ സ്ത്രീകളുമായി സജൂത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ ഇത് സത്യത്തിൽ ഇതെന്താണ്? ഇത് സത്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ രക്ഷയിൽ നിന്നും അകറ്റാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. യേശുക്രിസ്തുവിൻ്റെ തിരിച്ചുവരയിൽ കുളിച്ച് അവൻ്റെ അങ്കി അലക്കി വെളിപ്പാക്കുന്നവന് മാത്രമേ സ്വർഗ്ഗരാജ്യത്ത് പ്രവേശിക്കാൻ പറ്റുള്ളൂ എന്ന് വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പം ജനങ്ങളെ അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ അങ്കി തിരിച്ചുവരയിൽ തന്റെ വസ്ത്രം അലക്കി വെളുപ്പിക്കാനായിട്ട് സാധിക്കാത്ത വിധത്തിൽ ചില വ്യക്തികളെ മാറ്റി തീർക്കുക എന്നുള്ളതാണ് ഈ ഖുർആനിൻ്റെ ഒരു പ്രത്യേക ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ ഒരുപാട് സെക്സ്വലായിട്ടുള്ള വീക്ക്നെസ്സുകൾ, പിന്നെ ഹദീസുകളിലേക്കൊക്കെ പിന്നീട് ഞാൻ യൂട്യൂബിൽ നിന്ന് ധാരാളം ഹദീസുകളൊക്കെ എടുത്ത് കാണാനൊക്കെ തുടങ്ങിയപ്പോൾ അതൊക്കെ വളരെ മോശമായിട്ട് ആണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം നമ്മളിത് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗ്രന്ഥത്തെ വെറുക്കുകയല്ല, ഈ ഗ്രന്ഥം മറ്റുള്ളവരെ വെറുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കുക കേട്ടോ.